സാധാരണ മനുഷ്യർക്ക് ഈ അസുഖം വന്നു പോകാൻ ഒരാഴ്ചയാണ് എടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്കിത് 2 ആഴ്ചയൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ശരീരം ഒരസുഖത്തെ പറഞ്ഞു വിടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം സമ്മർദ്ദത്തോടുള്ള പോരാട്ടത്തിലാണെന്നാണ് അർത്ഥം. അതുമൂലമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഉള്ളവർക്ക് ശരീരം സ്വയമേവ ചില അസുഖങ്ങൾ ഉണ്ടാക്കുകയോ എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ആ അസുഖത്തിൽ നിന്ന് ശരീരം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ വളരെയധികം വൈകുകയോ ചെയ്യുന്നത്. എന്താണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ? മാനസികമായ ഘടകങ്ങളാൽ സങ്കീർണമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഒരു മാനസിക സങ്കല്പമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് സാങ്കല്പികമല്ല. ശരീരവും മനസ്സും 2 വസ്തുതകളല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ശരീരം എന്ന വസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ പേര് തന്നെയാണ് മനസ്സ്. മനസ്സൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സെങ്ങനെയാണ് അറിയിക്കുക? മനസ്സിന്റെ വേദനകളെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എങ്കിൽ അത് മനസ്സല്ലേ, സാരമില്ലല്ലോ, അത് ശരിയാവും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനെ തഴയുകയാണെങ്കിൽ മനസ്സ് എങ്ങനെയാണ് അതിനെ സീരിയസ് ആക്കി മാറ്റുക? അതിന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക തന്നെ വേണം. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വളരെയധികം അവഗണിക്കുമ്പോൾ മനസ്സ് നിങ്ങളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഹർത്താൽ പ്രഖ്യാപിക്കും. ഇങ്ങനെ മനസ്സൊരുക്കുന്ന ഹർത്താലുകളാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകൾ. ദഹന പ്രശ്നങ്ങളുണ്ടാകാം, തലകറക്കം, തലവേദന, പേശിവേദന, ഹൃദയ സമ്മർദ്ദം കൂടുന്നത്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ലൈംഗികമായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. മെൻസ്ട്രൽ പീരീഡ്സിൽ പല പ്രശ്നങ്ങളും അനുഭവപ്പെട്ടേക്കാം. കൗമാരപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ ഹോർമോണൽ ഷിഫ്റ്റുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ വലിയ വിഷാദ രോഗത്തിലേക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്കോ മറ്റോ പോവുകയോ ചെയ്തേക്കാം. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണെങ്കിൽ തീവ്രമായ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ഘട്ടത്തിലേക്കും പോയേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് ചില ശാരീരിക രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത് കാരണത്താൽ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാവും. എന്നാൽ ഡോക്ടർ പലതരത്തിലും നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റുകൾ പലതും നടത്തിയിട്ടും ഒരു തരത്തിലുള്ള രോഗകാരണങ്ങളും ശരീരത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് ഡോക്ടർ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, ഇത് ശാരീരികമായ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതല്ല, നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണൂ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ ഡോക്ടർ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തെങ്കിലും അസുഖങ്ങൾ, ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ കാണപ്പെടുന്ന സമയത്ത് രോഗിയോട് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവിടെ നിന്നും ഡോക്ടർ നിങ്ങളെ ഒരു മാനസികാരോഗ്യ പ്രൊഫഷണലിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ ഇതിനർത്ഥം നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾക്കെല്ലാം മാനസികമായ ചികിത്സ മാത്രമേ ആവശ്യമുള്ളൂ എന്നൊന്നുമല്ല. എന്നാൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണോ ഇത് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇതിനുള്ള ശാരീരിക ചികിത്സയോടൊപ്പം തന്നെ മാനസിക ചികിത്സയും കൂടെ നടക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ.